പ്രിൻസാണ് ട്രാവൽ വിത്ത് സം. ഞാനിപ്പോൾ ഇത് കൂർഗിലാണ്. അമൃതാര ഗ്രൂപ്പിൻ്റെ അമ്പട്ടി ഗ്രീൻസ് എന്ന് പറയുന്ന പ്രോപ്പർട്ടിയിലാണ്. ഈ ഒരു പ്രോപ്പർട്ടിയുടെ പ്രത്യേകത എന്താണെന്ന് അറിയാം. ഇവിടെ നമുക്ക് താഴെ ഒരു ഗോൾഫ് ഗ്രൗണ്ട് ഉണ്ട്. ആ ഒരു ഗോൾഫ് ഗ്രൗണ്ടിൻ്റെ വ്യൂ കിട്ടുന്ന റൂംസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. ഒരു 4 സ്റ്റാർ കാറ്റഗറിയിൽ വരുന്ന പ്രോപ്പർട്ടിയാണ്. 24 റൂംസാണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത്, 2 കാറ്റഗറിയിലായിട്ട്. അതേപോലെ തന്നെ സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെ ഈ ഒരു പ്രോപ്പർട്ടിയിൽ അവൈലബിൾ ആണ്. നമുക്ക് ഈ റിസോർട്ടിൻ്റെ കൂടുതൽ വിശേഷങ്ങളൊന്ന് കാണാം. നമ്മുടെ റിസോർട്ടിൻ്റെ മെയിൻ എൻട്രൻസ് ഏരിയ ആണ് കേട്ടോ ഇത്. ഈ ഒരു ബ്ലോക്കിലാണ് ഇവിടുത്തെ റിസപ്ഷനും അതേപോലെ തന്നെ റെസ്റ്റോറൻറ്റ് സ്പേസും വരുന്നത്. നമ്മൾ ജസ്റ്റ് അകത്തേക്ക് എൻട്രി ചെയ്യുന്ന സമയത്ത് ഇതാണ് ഈ ഒരു പ്രോപ്പർട്ടിയുടെ റിസപ്ഷൻ ഏരിയ വരുന്നത്. റിസപ്ഷൻ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു വലിയ റിസപ്ഷൻ സ്പേസ് ആണ്. റിസപ്ഷൻ സ്പേസിലേക്ക് നമ്മൾ എൻട്രി ചെയ്യണ സമയത്ത് ഈ ഒരു റിസപ്ഷനിൽ കുറേ ആൻറ്റിക് ആയിട്ടുള്ള ഐറ്റംസ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ സൈഡിലായിട്ട് ചെറിയൊരു ഫയർ പ്ലേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ദെൻ നമ്മൾ പുറത്തേക്ക് ഇറങ്ങാനാണെങ്കിൽ ജസ്റ്റ് ഈ ഒരു റിസപ്ഷൻ്റെ സൈഡിൽ നിന്ന് തന്നെ നമുക്ക് പുറത്തേക്ക് ഒരു എൻട്രിയും കൂടിയുണ്ട്. ദെൻ ഈ ഒരു ബ്ലോക്കിൽ ഇവിടെ സ്റ്റെപ്പ് കയറിയിട്ട് വേണം നമുക്ക് റെസ്റ്റോറൻറ്റ് സ്പേസിലേക്ക് പോകാനായിട്ട്. ഇതാണ് ഈ ഒരു പ്രോപ്പർട്ടിയുടെ റെസ്റ്റോറൻറ്റ് സ്പേസ്. റെസ്റ്റോറൻറ്റ് സ്പേസ് ആണെങ്കിലും അത്യാവശ്യം നല്ല ഒരു പ്രീമിയം ടച്ച് വരുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് സ്പേസ് ആണ്. ചെയേഴ്സ് ആണെങ്കിലും അതേപോലെ തന്നെ ഇൻറ്റീരിയറും കാര്യങ്ങളും ഒക്കെ നോക്കുകയാണെങ്കിൽ ഓവറോൾ ഒരു പ്രീമിയം ടച്ച് വരുന്ന ഒരു റെസ്റ്റോറൻറ്റ് സ്പേസ് ആണ് ഇവിടെയുള്ളത്. ദെൻ റെസ്റ്റോറൻറ്റിൻ്റെ ഔട്ട് സൈഡിലായിട്ട് ഒരു ഓപ്പൺ സ്റ്റൈൽ റെസ്റ്റോറൻറ്റ് പോലത്തെ ഒരു സ്പേസും കൂടി ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മളൊരു റെസ്റ്റോറൻറ്റ് പുറത്ത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വ്യൂ ആണിത്. ഇനി നമുക്ക് ഇവിടുത്തെ റൂംസും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. 2 കാറ്റഗറി റൂമാണ് ഇവിടെ മെയിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. 2 കാറ്റഗറി റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാറ്റഗറി റൂംസും നമുക്ക് ഒരേ ബിൽഡിങ്ങിൽ തന്നെയായിരിക്കും ഉണ്ടാവുക, ഒരേ ബ്ലോക്കിൽ തന്നെയായിരിക്കും ഉണ്ടാവുക. മെയിൻ റൂമുകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള റൂംസ് എക്സിക്യൂട്ടീവ് റൂംസും അതേപോലെ തന്നെ ഫസ്റ്റ് ഫ്ലോറിലുള്ള റൂംസ് വന്നിട്ട് ഗോൾഫ് വ്യൂ റൂമുമാണ്. അപ്പോൾ റൂമിൻ്റെ ഇൻറ്റീരിയറിലോ സ്പേസിലോ ഒന്നും വലിയ വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിക്യൂട്ടീവ് റൂമിൻ്റെ ബാൽക്കണിയിൽ നിന്ന് നമുക്കൊരു നോർമൽ വ്യൂവും അതേപോലെ തന്നെ ഗോൾഫ് വ്യൂ റൂമിൻ്റെ ബാൽക്കണിയിൽ നിന്ന് നമുക്ക് ഗോൾഫ് ഗ്രൗണ്ടിൻ്റെ ഒരു വ്യൂവും കിട്ടും. അതാണ് ഈ 2 കാറ്റഗറിയും തമ്മിലുള്ള വ്യൂവിലെ മെയിൻ ഡിഫറൻസ്. ഇതാണ് എക്സിക്യൂട്ടീവ് റൂം എന്ന് പറയുന്ന കാറ്റഗറി റൂമിൻ്റെ ഇൻറ്റീരിയർ ഇൻസൈഡ് വരുന്നത്. ഈ ഒരു റൂമിൻ്റെ അകത്തേക്ക് നമ്മൾ വരുന്ന സമയത്ത് അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു റൂമാണ്. അതേപോലെ തന്നെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിലും ഒരു ലക്ഷറിയസ് ലുക്കിൽ തന്നെ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെയാണ്. ദെൻ റൂമിൻ്റെ ഒരു സൈഡിലായിട്ട് ചെറിയൊരു സിറ്റിംഗ് സ്പേസ് കാര്യങ്ങളൊക്കെ ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ദെൻ ഈ ഒരു റൂമിൻ്റെ ബാൽക്കണി സ്പേസ് ആണ്. ഈ ഒരു ബാൽക്കണി സ്പേസിലേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു പാർഷ്യൽ ഗോൾഫ് ഗ്രൗണ്ടിൻ്റെ ഒരു വ്യൂ കിട്ടും. അതേപോലെ തന്നെ ബാൽക്കണി ആണെങ്കിലും അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു ബാൽക്കണി സ്പേസ് ആണ്. 2 ചെയറും ടീപ്പോയും കാര്യങ്ങളൊക്കെ ബാൽക്കണിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ദെൻ ഇതാണ് ഈ ഒരു റൂമിൻ്റെ ടോയ്ലറ്റ് സ്പേസ്. ടോയ്ലറ്റ് സ്പേസ് ആണെങ്കിലും അത്യാവശ്യം നല്ല വലിയൊരു ടോയ്ലറ്റ് സ്പേസ് ആണ്. ഒരു 3 പാർട്ടായിട്ടാണ് ഈ ഒരു റൂമിൻ്റെ ടോയ്ലറ്റ് സ്പേസ് ഉള്ളത്. ദെൻ നമുക്ക് ഇവിടുത്തെ നെക്സ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് ഗോൾഫ് വ്യൂ റൂംസ് എന്ന് പറയുന്ന കാറ്റഗറിയാണ്. അതായത് ഇവിടുത്തെ പ്രീമിയം കാറ്റഗറി റൂമാണത്. പ്രീമിയം കാറ്റഗറി റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1500-2000 റുപ്പീസ് ഡിഫറൻസ് ഈ ഒരു കാറ്റഗറിയും നമ്മളെ ഗ്രൗണ്ട് ഫ്ലോർ റൂമുമായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റൂമിൻ്റെ മെയിൻ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഫ് ഗ്രൗണ്ടിൻ്റെ നല്ല അടിപൊളി ഒരു വ്യൂ കിട്ടുമെന്നുള്ളതാണ് ഈ ഒരു റൂമിൻ്റെ പ്രത്യേകത. ഓവറോൾ ഇൻറ്റീരിയറും കാര്യങ്ങളും അതേപോലെ തന്നെ റൂമിൻ്റെ എമ്യൂണിറ്റീസ് ഒക്കെ നോക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് സെയിം സൈസും കാര്യങ്ങളും ഒക്കെ തന്നെയാണ്. ഇത് ഇവിടുത്തെ കിഡ്സ് പാർക്കിൻ്റെ ഏരിയ ആണ്. നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് എൻട്രി ചെയ്യുന്ന സമയത്ത് നമ്മുടെ റിസപ്ഷൻ്റെ സൈഡിലായിട്ടാണ് ഈ ഒരു കിഡ്സ് പാർക്ക് ഉള്ളത്. കുട്ടികളെ എൻഗേജ്ഡ് ആക്കാനായിട്ട് അത്യാവശ്യം റൈഡ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു കിഡ്സ് പാർക്കിൽ ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ദെൻ നമുക്കിവിടെ ഇൻഡോർ ഔട്ട്ഡോർ ഗെയിംസും ഇൻക്ലൂഡഡ് ആണ്. ഇൻഡോർ ഔട്ട്ഡോർ ഗെയിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്ലിംഗ് ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇൻഡോറിലേക്ക് വരുന്ന സമയത്ത് ക്യാരം ബോർഡ്, ചെസ്സ്, ടേബിൾ ടെന്നീസ് തുടങ്ങിയ ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ഈ ഒരു പ്രോപ്പർട്ടിയിൽ ഇവർ ഒരുക്കിയിട്ടുണ്ട്. ദെൻ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിലെ മെയിൻ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രോപ്പർട്ടിയിലെ പൂളും പൂൾ സൈഡും ആണ് കേട്ടോ. പൂളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു ഇൻഫിനിറ്റി വ്യൂ ഉള്ള പൂളാണ്. അപ്പോൾ ഈ ഒരു പൂൾ സൈഡിൽ നിന്ന് നമ്മൾ പ്രോപ്പർട്ടിക്ക് അകത്തേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റെസ്റ്റോറൻറ്റിൻ്റെ ബിൽഡിംഗ് ഇല്ലേ, ആ ഒരു ബിൽഡിങ്ങിൻ്റെ വ്യൂ ആണ് നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടിക്ക് അകത്തേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റിയ പൂൾ സൈഡിൽ നിന്ന്. ദെൻ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ നമുക്കൊരു മൗണ്ടൈൻ്റെ വ്യൂ ആണ് കാണാൻ പറ്റുക. അത്യാവശ്യം നല്ല ഗ്രീനിഷ് ലുക്കിൽ നല്ലൊരു മൗണ്ടൈൻ്റെ വ്യൂ ഒക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ട് നമുക്ക് എന്താ പറയുക പൂൾ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവർ പൂള് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ അമൃതാര ഗ്രൂപ്പിൻ്റെ അമ്പട്ടി ഗ്രീൻസ് എന്ന് പറയുന്ന പ്രോപ്പർട്ടിയുടെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ ബുക്കിങ്ങിനും മറ്റ് ഡീറ്റെയിൽസിനുമായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നല്ല ബെസ്റ്റ് റേറ്റിൽ നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടി ബുക്ക് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ കണ്ടിന്യൂസ് ട്രാവൽ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഇതുപോലെയുള്ള പുതിയ പുതിയ റിസോർട്ട്സിൻ്റെ അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു ഡെസ്റ്റിനേഷനിൽ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെല്ലാവർക്കും ബൈ.